ട്രാജഡി ഉണ്ടാകുന്നത്? അത് ഈ കൊറോണയ്ക്ക് ശേഷം വന്നതാണ്. അതിന് മുന്നേ ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷകരമായിട്ട് മക്കളും നമ്മളെല്ലാം സന്തോഷമായി ജീവിച്ചത്. അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് വേണ്ടുന്നതെല്ലാം. ഒരു ബിസിനസ് ലോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ഗൾഫിൽ വെച്ച് ബിസിനസ്സിൽ ഒരു നഷ്ടമുണ്ടായി. ഉണ്ടായി. നമ്മൾ ഈ 7 വർഷമായെന്ന് തോന്നുന്നു അവിടെ. 6 വർഷം കഴിഞ്ഞു. 7 വർഷം. ഈ 6 വർഷമായിട്ടും നമ്മൾ ഈ പണം അയക്കുന്നുണ്ടായിരുന്നു നാട്ടിലേക്ക്? അയക്കുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് ചിലവിനുള്ള പൈസകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നമ്മളുടെ ഇത്തരം പ്രതിസന്ധിയിലേക്ക്, ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണമെന്താ? കാര്യം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ, അത് ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ബാങ്കിൻ്റെ ഇടപെടലടക്കം. ഇക്കായ്ക്ക് അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എത്രയായിരുന്നു? എനിക്ക് അറിയാവുന്ന ബാധ്യത ഈ ബാങ്കിലെ ഇടപാട് ഉള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞുമാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അത് എൻ്റെ അറിവിലായിട്ടുള്ളൂ. നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയായിരുന്നു? ഹൗസിംഗ് ലോൺ 15 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കാനുള്ള നമ്മൾ അടച്ചിരുന്നത്? ഞാൻ പൈസ അയച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് NOC വെച്ച് വയ്ക്കാനും പറഞ്ഞു. പക്ഷേ കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്ന് അടയ്ക്കാറ്റുന്നത് വീണ്ടും കൂടി വരികയാണ് ചെയ്തത്. നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് അഫാൻ്റെ അച്ഛൻ മാധ്യമങ്ങളെടുത്ത് സംസാരിക്കുന്നതാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ, കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്താണ് അഫാൻ്റെ അച്ഛൻ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ വീടൊക്കെ വെക്കുന്നതിന് അതിനുവേണ്ടി പൈസ കടം എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ബന്ധുവിൻ്റെ നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി പണിയെടുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയുള്ള പൈസയൊക്കെ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ NOC ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇത്രമാത്രം കടം എങ്ങനെയായെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം കുറച്ചും കൂടെ അടയ്ക്കാനുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് പെരുകി ഇത്ര ആവുമെന്നുള്ളൊരു കാര്യം താൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് അഫാൻ്റെ അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന രീതി, ഇദ്ദേഹം ക്യാഷ് ഇവിടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അത് അടയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ബട്ട് കുറച്ച് ക്യാഷും കൂടെ ഇനി അടയ്ക്കാനുള്ളൂ എന്നാണ് ഈ ഒരു അച്ഛൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേന് ഇത്രയ്ക്ക് കടമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഡൗട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് പെട്ടെന്ന് ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഇത്രയും പണമാവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പെരുകുമോ എന്ന് ചോദിച്ചാൽ അതിനും ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തേലും ഈ ഒരു അഫാനും അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന എന്തെങ്കിലും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഈ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഇനി അഫാൻ്റെ അടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചോദിച്ചാലേ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ഉമ്മ ഇപ്പോൾ ബോധാവസ്ഥയിലൊക്കെയാണ്. ഇപ്പം ഒരു വിധം സംസാരിക്കാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞത്. ബട്ട് എന്നിരുന്നാൽ പോലും അവരുടെ അടുത്ത് ഇനി ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളെന്ന് അറിയാൻ പറ്റും. ഈ ഒരു ഉപ്പയെ കണ്ടിട്ട് എന്താണെന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഒരു ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതിനെല്ലാം കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അഫാൻ്റെ ഉമ്മയൊക്കെ സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എന്താണ് നടന്നത്, എന്താണ് ഇത്രയും പൈസ കൂടിയത്, എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും കൂടെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നുള്ളൊരു കാര്യം മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇവരെ അറിയാവുന്ന കാര്യമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഉപ്പയ്ക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല. പുള്ളിക്കാരൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ക്യാഷ് അയച്ചു കൊടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ദൂരത്തൊക്കെ കാരണമാണോ എന്നുള്ളൊരു സംശയം ഭയങ്കരമായിട്ട് ആളുകളിലുണ്ട്. കാരണം ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അദ്ദേഹം എന്തുമാത്രം വിഷമിച്ചാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. ഒരു മോനുണ്ട്, ആ ഒരു മോനെ നഷ്ടപ്പെട്ടു. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു വിഷമമുണ്ട്. ഇങ്ങനെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വേദന പിന്നെയും കാര്യങ്ങൾ പറയുമ്പം എന്തുമാത്രം. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. വീടിപ്പം ജപ്തിയാവാൻ പോവാണ്. ബാങ്ക് മാനേജറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ആ സമയത്തൊക്കെ അവരൊക്കെ നല്ല രീതിയിലൊന്നും അല്ല പെരുമാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഇദ്ദേഹം ഒരു കടന്നു പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഏറിയ ഒരു സമയത്തിലൂടെയാണ്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ അഫാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഉമ്മ നേരെ അതിന് ശേഷം ഉമ്മയാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഉമ്മ എപ്പോഴും പറയുന്നത് അഫാനല്ല തന്നെ അടിച്ചത്, താൻ കട്ടിലിൽ നിന്ന് വീണ കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. മോനെ ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതിനർത്ഥം ഇവർ തമ്മിൽ എന്തോ ഇവർക്കറിയാം, ഈ കടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ കാരണമാണ് ഈ ഒരു ഇത്ര ആയതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ അവർ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ.